ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ താല്പര്യത്തിന് വഴങ്ങി ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ കൂടെ ഉള്ളവർക്ക് നിരാശ തോന്നുമോ, അതല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ തകരുമോ എന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മളിൽ പലരും നോ പറയാൻ മടിക്കുന്നത്. ഇങ്ങനെ ഓരോ തവണ നമ്മൾ താല്പര്യമില്ലാതെ ഓരോന്നിനോടും യെസ് പറയുമ്പോൾ നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും ചെയ്യാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കാരണം പലപ്പോഴും നമ്മുടെ സമയം, എനർജി, പൈസ ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് നഷ്ടപ്പെടും. ഇങ്ങനെ ഓവർ കമ്മിറ്റഡ് ആവുന്നതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന് നോക്കാം. താല്പര്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് സ്ട്രെസ് ഉണ്ടാകുന്നു. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ നമ്മുടെ ഇന്നർ പീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നോ പറഞ്ഞ് ശീലിക്കുക. ജീവിതത്തിൽ നമുക്ക് പ്രധാനം എന്ന് തോന്നുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. നമ്മുടെ ഫാമിലി, കരിയർ, ഹോബി, ഉറക്കം, അങ്ങനെ നമ്മൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ ഈ ലിസ്റ്റിലുള്ളവയെ സപ്പോർട്ട് ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരാളോട് നമ്മൾ നോ പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണത്തിന്, നമ്മളോടൊരു ഫ്രണ്ട് ഒരു സ്ഥലം വരെ വരാൻ ആവശ്യപ്പെട്ടു എന്നിരിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അതിന് പോകാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് ഞാൻ നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരാൻ ശ്രമിക്കാം എന്നൊക്കെ പറയുന്നതിന് പകരം എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ സാധിക്കില്ല, നമുക്ക് അടുത്ത ആഴ്ച പോകാം, അതല്ലെങ്കിൽ നമുക്ക് നാളെ പോകാം എന്ന് ക്ലിയർ ആയിട്ട് പറയുക. പെട്ടെന്നൊരു നോ പറയുന്നത്, പ്രത്യേകിച്ച് നമ്മളെക്കാൾ മുതിർന്നവരോടാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നോ പറയുന്നതിനോടൊപ്പം ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു പാർഷ്യൽ ഹെൽപ്പ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഓർക്കുക, നമ്മുടെ പ്രയോറിറ്റീസ് മനസ്സിലാക്കി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നോ പറയുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല, മറിച്ച് നിറഞ്ഞ മനസ്സോടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മുന്നൊരുക്കം മാത്രമാണ്. ടേക്ക് കെയർ. താങ്ക് യു.